Blessing today. This program is sponsored by ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം നിങ്ങളുടെ മുൻപിൽ വിവിധ കാര്യങ്ങളോടുകൂടിയാണ് വന്നു ചേരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത 2 പേരാണ്. അമേരിക്കയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നുമുള്ള ഈ 2 പേർക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മൾക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിൽ നിന്നും കർത്താവെ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകളുടെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ എന്ന്. ആ മകളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ അവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ, എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ. മകന് വേണ്ടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ കൃപയുണ്ടാകട്ടെ. അവരുടെ എല്ലാ റിലേറ്റീവ്സിനും വേണ്ടി ഫ്രണ്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അവർക്ക് വേണ്ടി അത്ഭുതകരമായി വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നുള്ള കർത്താവെ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭർത്താവിന് കർത്താവെ ഒരു നല്ല ജോലി വിദേശത്ത് ലഭിക്കാനും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറിപ്പോകുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുബായിൽ അവൾക്കൊരു ജോലി ഒരുങ്ങി വരട്ടെ, അവളുടെ വിവാഹത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, നല്ല ഒരു ബന്ധം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് അവളുടെ 12ാം ക്ലാസ്സിലെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനായി അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് അവരുടെ വീടിൻ്റെ പണി ശരിയായ വിധത്തിൽ നടക്കുവാൻ, അത് പൂർത്തിയാകുവാനായി പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായ ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് ഈ 2 സ്പോൺസേഴ്സിനെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ 2 സ്പോൺസേഴ്സിനോടും പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ പ്രേക്ഷകരോട് ചേർന്ന് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കോഴഞ്ചേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 14 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. ക്ഷമസിസ്റ്റർ മകളുടെ പേര് ലിയ എന്നാണ്. ഈ മകളുടെ മമ്മിയാണ് കൂടെ നിൽക്കുന്നത്. ഇവർ മൈസൂരിൽ നിന്നാണ് വരുന്നത്. 2008 ഈ മകളുടെ വിവാഹം കഴിഞ്ഞത്. 2008 വിവാഹം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഇവർക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ മിസ് കാരേജിലൂടെ ആ കുഞ്ഞ് ട്വിൻസ് ആയിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ഈ മകൾക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു ഡിപ്രഷൻ ഉണ്ടാകുകയും ഏത് കുഞ്ഞിനെ കണ്ടാലും ഓടിച്ചെന്ന് എടുക്കാനായിട്ടുള്ളൊരു വെമ്പലുണ്ടാകുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഇവർ ട്രീറ്റ്മെൻറ്റ് നടത്തി. മകളുടെ ഹസ്ബൻഡ് ദുബായിലാണ്. വർഷത്തിൽ 3 മാസം ലീവിന് വരും. അങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ച അല്ലാതെ വേറൊരു ഇതില്ലായിരുന്നു. പക്ഷെ ആ വരുന്ന സമയത്തൊക്കെയും ട്രീറ്റ്മെൻറ്റ് നടത്തുകയും പല രീതിയിൽ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായില്ല. ഈ മകളുടെ ഡയഗ്നോസിസിൽ പറഞ്ഞു റൈറ്റ് ഓവറിയിൽ ചെറുതായിട്ടൊരു സിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം കുഞ്ഞുങ്ങളില്ലാത്തത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സഹോദരിക്ക് കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തത്. കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മകൾ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്ന സമയത്ത് എൻ്റെ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് വേണ്ട, നിൻ്റെ സന്നിധിയിൽ ജീവൻ പകരുവാൻ നിനക്ക് കഴിവുണ്ടല്ലോ, എൻ്റെ അകത്ത് ഒരു കുഞ്ഞിനെ തരണമെന്ന് വളരെയധികം മനം നൊന്ത് ഇവൾ പ്രാർത്ഥിച്ചു. ഈ മകൾ പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ യേശു കർത്താവ് കേട്ടു. 1 മാസത്തിനുള്ളിൽ എൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നതാണ്. Praise God. Hallelujah.
കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയാണ്. മൈസൂരിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൈകൾ നീട്ടി ഈ കുഞ്ഞിനെയും ഈ മാതാവിനെയും അമ്മുമ്മയും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഗ്രാൻഡ് മദറിനെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. The message title is The Bride of Christ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഈ സന്ദേശ പരമ്പരയുടെ തലക്കെട്ട് എന്നുള്ളത് ക്രിസ്തുവിൻ്റെ മണവാട്ടി. Let us open our Bibles to 2 Peter chapter number 1. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ബൈബിളുകൾ 2 പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് തുറക്കാം. അതിൻ്റെ 1-ാമത്തെ അധ്യായം And reach verse number 5. അതിൻ്റെ 5-ാമത്തെ വചനത്തിലേക്ക് എത്തിച്ചേരുക. So many people can't see anything beyond the next day. അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒത്തിരി ആളുകൾക്കും അറിവില്ല. നാളേക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പലർക്കും അറിയില്ല. They don't have a sight into the far future. മുൻപിൽ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്കില്ല. But the real life, the meaningful life on earth is a life that is lived with eternity in perspective. യഥാർത്ഥ ജീവിതം എന്നുള്ളത് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ മുൻനിർത്തി ജീവിക്കുന്നതാണ്. Hello. Always we should have the eternity, our future eternity in focus. And with that focus, when we live here, that is the real life. ഓർക്കുക, എല്ലായ്പ്പോഴും നിത്യതയെ മുൻനിർത്തി അതിനെ ലക്ഷ്യമാക്കി അവിടെ നോക്കിക്കൊണ്ട് നാം ഇവിടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്. For example, suppose this is where I started my life. ഉദാഹരണമായിട്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയിരിക്കുന്നത് എന്ന് കരുതുക. And the edge of this platform is the end of my life. ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും അറ്റമാണ് എൻ്റെ ജീവിതത്തിന്റെ അവസാനം എന്നും കരുതുക. And from there the eternity starts. ഓർക്കുക, എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ടാണ് നിത്യതയുടെ തുടക്കം എന്നുള്ളത്. If I look from here, ഞാൻ എൻ്റെ ജീവിത അവസാനത്തെ ഈ പോയിന്റിൽ നിന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ I can see my life on earth from the perspective of eternity. ഇപ്പോൾ എനിക്ക് നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിത കാലഘട്ടം ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് കാണാനായി സാധിക്കും. Are you all with me? നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. When you have this knowledge, when you have this revelation, you will take the right steps to reach here. ഓർക്കുക, ഈ ഒരു വെളിപ്പാട്, ഈ ഒരു അറിവ്, നിത്യതയിൽ നിന്ന് കാണുന്ന ഒരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് ശരിയായ കാൽച്ചുവടുകൾ വെക്കുവാൻ നിങ്ങളെ സഹായിക്കും. You got the point? നിങ്ങൾക്ക് പോയിന്റ് പിടികിട്ടി എന്ന് ഞാൻ കരുതുന്നു. I will give you another illustration. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നൽകാൻ പോകുകയാണ്. All over the world, GPS system is becoming very common now. ഇന്ന് ലോകമെമ്പാടും GPS സിസ്റ്റം വളരെ സാധാരണ ഒരു സിസ്റ്റമാണ്. How many of you have seen a GPS സിസ്റ്റം in a car or anywhere? Maybe in your mobile, it will be in your mobile. ഒരുപക്ഷേ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കാറുകളിലോ ഒക്കെ ഘടിപ്പിക്കുന്ന GPS സിസ്റ്റം എത്ര പേർക്ക് അറിയാം? Many of you know that. നിങ്ങൾ ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്. Now we are in Cochin. നമ്മളിപ്പോൾ കൊച്ചിയിലാണ്. Suppose you have to go to Calicut. ഇനിയിപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ what we do with the GPS is that we type the destination first. ആദ്യം യാത്ര ചെയ്യുന്നതിന് മുൻപ് GPS-ന്റെ ഉപകരണം എടുത്തിട്ട് പോകേണ്ട സ്ഥലം ആ കോഴിക്കോട് എന്ന് പറയുന്ന അതിന്റെ ആ ലെറ്റർ അടിച്ചു കൊടുക്കണം, ആ പേര് അടിച്ചു കൊടുക്കണം. We set the destination first. ആദ്യം ആ പോകേണ്ട സ്ഥലം നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. Then a voice will start telling you you have to travel this many kilometers and you have to take
these deviations, etc., etc. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മുതൽ അതിനകത്ത് നിന്നൊരു പെൺശബ്ദം പറയാനായി തുടങ്ങും, നിങ്ങൾക്ക് ഇത്ര ദൂരം യാത്ര ചെയ്യാനുണ്ട്, ഇനി ഇടത്തോട്ട് തിരിയുക, വലത്തോട്ട് ഇത്ര കിലോമീറ്റർ പോകുക എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അതിൽ നിന്ന് ശബ്ദമായി പുറത്തു വരും. But what did I do first? ഞാൻ അതിന് മുൻപ് ഞാൻ ആദ്യം എന്താണ് ചെയ്തത്? I set the destination. പോകേണ്ട എന്റെ ലക്ഷ്യസ്ഥാനം ഞാൻ സെറ്റ് ചെയ്തു. In the same way, അതുപോലെ തന്നെ in our spiritual life, നമ്മുടെ ആത്മീക ജീവിതത്തിൽ we have to set the destination first. ആദ്യം നാം പോകേണ്ട ലക്ഷ്യസ്ഥാനം എവിടെയാണ് അത് നാം സെറ്റ് ചെയ്യണം. And then start our journey from here. ആ ലക്ഷ്യസ്ഥാനം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടങ്ങണം. Millions and millions and millions of people living on earth today, they have never set the destination. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ ഇന്ന് അവർക്ക് പോകേണ്ട യഥാർത്ഥ ലക്ഷ്യസ്ഥാനം അവർ സെറ്റ് ചെയ്തിട്ടല്ല യാത്ര തുടങ്ങിയിരിക്കുന്നത്. Just living. ചുമ്മാ ജീവിച്ചു തീർക്കുകയാണ്. Just going forward. എന്തോ ചുമ്മാ അങ്ങ് മുന്നോട്ട് പോകുകയാണ്. Everybody is eating, I am also eating. എല്ലാവരും തിന്നുകയല്ലേ, അതുകൊണ്ട് ഞാനും തിന്നു തീർക്കുകയാണ്. Everybody sleeps, I also sleep. എല്ലാവരും ഉറങ്ങിയല്ലേ, അതുകൊണ്ട് ഞാനും ഉറങ്ങി Oh, തീർക്കുന്നു. everybody is getting married, so I also got married. എല്ലാവരും കല്യാണം കഴിക്കുന്നു, എന്നാ പിന്നെ എനിക്കെന്താ, ഞാനും കല്യാണം കഴിക്കുന്നു. Hello. But when you have a destination, each step that you take will be according to that destination, into that destination. ഓർക്കുക, നിങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്താണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാനുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ഓരോ കാൽച്ചുവടും നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. Shout a bigger hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? Now I think it is time for us to read 2 Peter chapter number 1. ഇനി 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരിക. അവിടെ നിന്നുള്ള വചനം വായിക്കാറായി എന്ന് ഞാൻ Verse number കരുതുന്നു. 5. അതിന്റെ 5-ാമത്തെ വചനം. Chapter number 1, verse number 5. 2 പത്രോസ് 1-ാം അധ്യായം 5-ാമത്തെ For വചനം. this very reason, make every effort to add to your faith goodness, and to goodness knowledge, and to knowledge self-control, and to self-control perseverance, and to perseverance godliness, and to godliness mutual affection, and to mutual affection love. 5-ാമത്തെ വചനം എന്നോട് ചേർന്ന് വായിക്കാമോ? ഈ കാരണത്താൽ നിങ്ങൾ സകല പ്രയത്നവും ചെയ്ത് നിങ്ങളുടെ വിശ്വാസത്തോട് സ്വഭാവശ്രേഷ്ഠതയും, സ്വഭാവശ്രേഷ്ഠതയോട് ജ്ഞാനവും, ജ്ഞാനത്തോട് ആത്മനിയന്ത്രണവും, ആത്മനിയന്ത്രണത്തോട് സഹിഷ്ണുതയും, സഹിഷ്ണുതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിച്ചേർക്കുവിൻ. I want to underline, make every effort. ഞാൻ അതിൽ നിങ്ങളോട് അടിവരയിടാൻ ആവശ്യപ്പെടുന്നത് സകല പ്രയത്നവും ചെയ്തിട്ട് എന്ന് പറയുന്ന വാക്കാണ്. അടിവരയിട്. സകല പ്രയത്നവും ചെയ്തിട്ട്. സകല പ്രയത്നവും ചെയ്ത്. ഈ കാരണത്താൽ നിങ്ങൾ സകല പ്രയത്നവും ചെയ്ത്. ആ ഭാഗത്തിൽ സകല പ്രയത്നവും ചെയ്ത്. Peter is asking all of us പത്രോസ് to make every effort to do something. ഇവിടെ പത്രോസ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് സകല പ്രയത്നവും ചെയ്യുക. To add something to your faith. നിങ്ങളുടെ വിശ്വാസത്തോട് ചിലത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. ഹലോ. I believe all of us, we have faith in our heart. ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ട്. Faith is the foundation with which we came to Jesus. യേശുക്രിസ്തുവിലേക്ക് വരുവാനുള്ളതിന്റെ, രക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനമാണ് വിശ്വാസം എന്നുള്ളത്. Without faith there is no life with Christ. ഓർക്കുക, വിശ്വാസമില്ലാതെ ക്രിസ്തുവിൽ ഒരു ജീവിതവുമില്ല. But I have found believers without faith. ഞാൻ വിശ്വാസമില്ലാത്ത വിശ്വാസികളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. In Malayalam we say നെയ്യപ്പത്തിൽ നെയ്യില്ല, പാലപ്പത്തിൽ പാലുമില്ല. കേട്ടിട്ടുണ്ടോ? യെസ്. നെയ്യപ്പത്തിൽ നെയ്യില്ല പറഞ്ഞ്. നെയ്യപ്പത്തിൽ നെയ്യില്ല, പാലപ്പത്തിൽ പാലില്ല. പാലപ്പത്തിൽ പാലുമില്ല. ഇതുപോലെ ചില വിശ്വാസികളുടെ അകത്ത് വിശ്വാസമില്ല. ഹലോ.
If you have faith, you have to add something more to your faith. ഓർക്കുക, നിങ്ങൾക്ക് അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം കുറച്ച് ചേരുവകകൾ കൂടെ കൂട്ടിച്ചേർക്കണം. There is a whole list given there. അവിടെ അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. I even call this the recipe of Peter. ഞാൻ ഇതിനെ പത്രോസിന്റെ പാചകക്കുറിപ്പ് എന്നാണ് പറയുന്നത്. So add all these things. What all this is? Goodness, knowledge, self-control, perseverance, godliness, mutual affection and love. ഇതിനകത്ത് വിശ്വാസത്തിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടത് അവിടെ എഴുതിയിട്ടുണ്ട്. സ്വഭാവശ്രേഷ്ഠത, ജ്ഞാനം, ആത്മനിയന്ത്രണം, സഹിഷ്ണുത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. 8, verse number 8. For if you possess these qualities in increasing measure, they will keep you from being ineffective and unproductive in your knowledge of our Lord Jesus Christ. എട്ടാമത്തെ വചനം ചേർന്നൊന്ന് വായിക്കാമോ? നിങ്ങളിൽ ഈ സൽഗുണങ്ങൾ ഉണ്ടായിരിക്കുകയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെങ്കിൽ ഇവ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനത്തിൽ പ്രയോജനമില്ലാത്തവരും ഫലശൂന്യരും ആകാതെ സൂക്ഷിച്ചുകൊള്ളും. Hello. Now listen to me. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? Many believers are not spiritually active. ഒത്തിരി വിശ്വാസികളും ആത്മീകമായി ഉത്സാഹമുള്ളവരല്ല, അല്ലെ പ്രവർത്തിക്കുന്നവരല്ല. Hello. ഹലോ, What about you? Are you a believer? നിങ്ങൾ ഒരു വിശ്വാസിയാണോ? Are നിങ്ങളുടെ you a കാര്യം, minister? നിങ്ങൾ ഒരു ശുശ്രൂഷകനാണോ? Are you really active for Jesus? നിങ്ങൾ യേശുവിന് വേണ്ടി ഒരു സജീവ പ്രവർത്തകനാണോ? Or simply coming to the blessing center and going back? അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഞായറാഴ്ച ദിവസമല്ലേ വരുന്നു പോകുന്നു? If you are not active spiritually, there is a danger on the way. ഓർക്കുക, നിങ്ങൾ ആത്മീകമായി സജീവമല്ലെങ്കിൽ നിങ്ങൾക്ക് ചില അപകടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. If you are not actively praying, നിങ്ങൾ സജീവമായി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, if you are not actively worshiping the Lord, സജീവമായി ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ, if you are not actively serving the Lord, സജീവമായി തന്നെ കർത്താവിനെ സേവിക്കുന്നില്ലെങ്കിൽ, danger is on the way. ഓർക്കുക, അപകടങ്ങൾ ഇതാ മുൻപിലുണ്ട്. When you introduce yourself, നിങ്ങൾ നിങ്ങളെ തന്നെ oh, പരിചയപ്പെടുത്തുമ്പോൾ, where do you worship? നിങ്ങൾ എവിടെയാണ് ആരാധിക്കുന്നത്? Blessing center. ഓ, ഞാൻ ബ്ലെസ്സിംഗ് സെന്ററിലാണ് പോകുന്നത്. But are you active for Jesus? പക്ഷെ നിങ്ങൾ യേശുവിന് വേണ്ടി സജീവമാണോ? I'm going. ആണെന്ന് ഞാൻ പോകുന്നുണ്ട്. Not like that. അതുപോലെ ഒരിക്കലും ആകരുതേ. Verse number 9 says, but whoever does not have them is nearsighted and blind, forgetting they have been cleansed from their past sins. ഒൻപതാമത്തെ വചനം, ഇവയില്ലാത്തവനോ അന്ധനും ഹ്രസ്വദൃഷ്ടിയുമാണ്. തൻ്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം അയാൾ മറന്നിരിക്കുന്നു. Underline nearsighted, ഹ്രസ്വദൃഷ്ടിയുള്ളയാൾ. അടുത്ത ആ ഭാഗത്ത് ഹ്രസ്വദൃഷ്ടി എന്ന ഭാഗം അടിവരയിടുക. Please underline ദയവായി nearsighted and blind. അവിടെ അന്ധനും ഹ്രസ്വദൃഷ്ടിയും എന്ന് പറയുന്ന ഭാഗം ബൈബിളിൽ അടിവരയിടുക. Hello. ഹലോ. So if you are not active for Jesus, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സജീവമല്ലെങ്കിൽ, if you are not actively praying in your spirit, നിങ്ങൾ ആത്മാവിൽ ശക്തമായി പ്രാർത്ഥിക്കുന്ന, സജീവമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലെങ്കിൽ, if you are not actively doing something for the Lord, you are nearsighted. That means you see only the things of this life. ഓർക്കുക, ക്രിസ്തുവിന് വേണ്ടി, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഹ്രസ്വദൃഷ്ടിയുള്ള വ്യക്തിയാണ് നിങ്ങൾ. Hallelujah. മനസ്സിലായവർ ചേർന്നൊരു ഹാലലൂയ പറഞ്ഞാല്, A big clap offering to the Lord. കൈകൾ രണ്ടും അടിച്ചൊരു ഹാലലൂയ. Shout a bigger hallelujah. ശബ്ദമുയർത്തി. Peter is saying, ഇപ്പോൾ പത്രോസ് പറയുകയാണ്, if you have faith, very good, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വളരെ നല്ലത്. but don't stop there. പക്ഷെ വിശ്വാസം ഉള്ളത് ആ നിലവാരത്തിൽ മാത്രം നിന്നു പോകരുത്. Add goodness, knowledge, mutual affection, etc., etc. to your faith
putting all your effort. ഓർക്കുക, അതിൻ്റെയോടൊപ്പം സ്വഭാവ ശ്രേഷ്ഠത, ജ്ഞാനം, ആത്മനിയന്ത്രണം, സഹിഷ്ണുത, സ്നേഹം, ഇങ്ങനെയുള്ള ചേരുവകകളെല്ലാം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം. Why? എന്തുകൊണ്ട്? This is a preparation. കാരണം ഇതൊരു ഒരുക്കമാണ്. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടുകൂടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികളായിട്ടുള്ള ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരം അങ്ങ് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ത്വക്ക് അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ കർത്താവെ. പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറിൻ്റെ പ്രോബ്ലം കൊണ്ട്, പ്രമേഹത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് ശരീരമാകമാനം തളർന്നു പോകുന്ന, ശരീരത്തിലിടയ്ക്കിടയ്ക്ക് തലചുറ്റുണ്ടാകുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുണ്ടാകുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മുറിവുണ്ടാകുന്നത് യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് ഇങ്ങനെ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ അത് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നിൻ്റെ ചില അലർജിയുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ചില രോഗങ്ങൾക്ക് പ്രത്യേകമായ മെഡിക്കേഷൻ എടുക്കേണ്ടതാണ്. പക്ഷെ മരുന്നുകൾ അലർജിയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത ചില അസുഖമുള്ള ചില വ്യക്തികൾ കർത്താവ് ഇപ്പോൾ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇസ്നോഫീലിയ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് ആ വ്യക്തികൾ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടുത്ത മദ്യപാനത്തിൽ നിൽക്കുന്ന ചില വ്യക്തികൾ, നിങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ പുറത്തു വരാൻ സാധിക്കുന്നില്ല. അത്തരം ചില വ്യക്തികൾ ഇപ്പോൾ ഇത് കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. യേശുവേ, ഈ മദ്യപാനത്തിൽ നിന്ന് പുറത്തു കടക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദുശീലത്തെ ഞാനിപ്പോൾ തള്ളിപ്പറയുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദുശീലങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന് കർത്താവ് ഈ വ്യക്തികൾ വെളിയിലേക്ക് വന്ന് ചേരട്ടെ. എല്ലാ പൈശാചിക ശക്തികളും ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. കുടുംബ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പ്രയർ കോൾ സെൻറ്ററിലെ നമ്പറായിട്ടുള്ള 0484422111 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാലും അത്ഭുതകരമായ വിടുതലുകൾ കർത്താവ് നൽകുകയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ വിടുതൽ അങ്ങ് കൊടുത്തതിനായി നന്ദി. എന്തോ പരീക്ഷകളിൽ തോൽവി സംഭവിച്ചിട്ടുള്ള ചില കുട്ടികളെ ചിലരെ കർത്താവ് കാണിക്കുകയാണ്. വല്ലാതെ നിങ്ങൾ മനസ്സ് വിഷമിച്ച് ഇനി പരീക്ഷ എഴുതുന്നില്ല, ഇനി പഠിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ നിങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ കർത്താവ് പറയുകയാണ്, ഇനിയുള്ള എക്സാമിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ വലിയ മാർക്കോടെയുള്ളൊരു വലിയ വിജയം കർത്താവ് നൽകിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിനകത്തുള്ള നിരാശ മാറി ഉയർന്ന മാർക്കോടെ പാസ്സാകുന്ന വിധത്തിൽ വീണ്ടും ആ എക്സാം എഴുതട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് തലത്തിലുള്ള ചില പ്രത്യേക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട്, ഒരു ഗവൺമെൻറ് തലത്തിൽ എന്തൊക്കെയോ ബന്ധമുള്ള ചില ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് യാതൊരു സാധ്യതകളും ഇല്ല എന്ന് തന്നെ നിങ്ങൾക്കറിയാം. എങ്കിലും കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഇപ്പോൾ സ്ക്രീനിന് നേരെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വെള്ളിയാഴ്ചയാണ് ബ്രദർ ഡാമിയൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നവംബർ 14 ശിശുദിനമാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ആ പ്രാർത്ഥനയിൽ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി പങ്കുകാരാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് കൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്.
മറ്റൊന്നുമല്ല, വിന്നേഴ്സ് ഫാക്ടറി എന്നു പേരിൽ ബ്രദർ ഡാമിയൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണിത്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷണൽ ഗൈഡാണ്. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, അതുമാത്രമല്ല പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറാകണം, എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് മുൻപ് ചെയ്യേണ്ടത്, പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷയുടെ സമയത്ത് എന്തൊക്കെ ചെയ്യണം, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല വിശദമായ രീതിയിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിന്നേഴ്സ് ഫാക്ടറി. അതിൻ്റെ മലയാളം പതിപ്പ് പുറത്തിറങ്ങാൻ സമയമായി കഴിഞ്ഞു. ഈ നവംബർ 15-ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ച, ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് തന്നെ ബ്രദർ ഡാമിയൻ തന്നെ കുട്ടികളെ നേരിട്ട് കണ്ട് അവർക്ക് അദ്ദേഹം ഒപ്പോടുകൂടിയ പുസ്തകം നൽകുവാനായിട്ട് താൻ ആഗ്രഹിക്കുകയാണ്. ക്രോസ്വേർഡ് ബുക്ക് സ്റ്റോൾ അറ്റ് ലുലു മോൾ, അവിടെ വെച്ചിട്ടാണ് ഈ ഒരു പ്രത്യേകമായ സെറിമണി നടക്കുന്ന. എല്ലാ മാതാപിതാക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്ന് ബ്രദർ ഡാമിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടിയുള്ള ആ പുസ്തകം ബുക്ക് സൈനിങ് സെറിമണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 2 മണി വരെ നടക്കുന്ന ആ പ്രത്യേക സെറിമണിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ അയക്കുക, മാതാപിതാക്കൾ വരിക. ബ്രദർ ഡാമിൻ്റെ കയ്യിൽ നിന്നുള്ള പുസ്തകം നിങ്ങൾക്ക് നേരിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആരും ഇത് മിസ് ചെയ്ത് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: കുടിച്ച് ലഹരി പിടിച്ചിരുന്ന ഒരു രാജാവ്. നെയിം എ കിങ് ഹു വാസ് ഇൻടോക്സിക്കേറ്റഡ് ബൈ ഡ്രിങ്കിങ് വൈൻ. ഓപ്ഷൻസ്: എ ഏല, ബി ആസ, സി സിമ്രി, ഡി ഒംബ്രി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABCORD സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ആയം ബുക്സ് ആണ്.